നമസ്കാരം. കശ്മീരിൽ ഭീകരാക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ്. രൂപത്തിലും ഭാവത്തിലുമൊക്കെ തീവ്രവാദത്തിന്റെ തലങ്ങൾ മാറി എന്ന് തന്നെ പറയാം. കശ്മീരിലെ ഭീകരരുടെ പുതിയ താവളം ഞെട്ടിപ്പിക്കുന്നതാണ്. എന്തൊക്കെയാണ് കശ്മീരിലെ അപ്രതീക്ഷിത സംഭവങ്ങൾ? എന്തൊക്കെയാണ് ഭീകരരുടെ പുതിയ തന്ത്രങ്ങൾ? നമുക്ക് പരിശോധിക്കാം വിശദമായി തന്നെ. കൊടും വനങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഭീകരർ അതിക്രൂരമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീകരർ കൊടും വനങ്ങൾ തെരഞ്ഞെടുക്കുന്നതോടെ സൈന്യത്തിന്റെ ഭീകരവേട്ടയ്ക്ക് വലിയ വെല്ലുവിളിയും ഉയർന്നു വരുന്നുണ്ട്. ജമ്മുവിലെ പർവ്വതങ്ങളും അതേപോലെ കൊടും കാടുകളും ദുർഘടമായ സാഹചര്യമാണ് ഒരുക്കുന്നത്. പൂഞ്ചിലും രജൌരിയിലും ഭീകരർക്ക് നിരവധി ഒളിത്താവളങ്ങളുണ്ട്. ഇവിടങ്ങളിൽ സൈന്യത്തെ വിന്യസിക്കുക അസാധ്യമാണ് എന്നതാണ് വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. ഏറെ സങ്കീർണമായ കാര്യവും അതുതന്നെയാണ്. അപ്പോൾ ഇത്രയേറെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സൈന്യം ഭീകരരെ തുടച്ചു നീക്കാനായി നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീകരരുടെ തന്ത്രങ്ങൾ നോക്കുകയാണ് എങ്കിൽ ഗറില്ല ആക്രമണം, ഗ്രനേഡ് ആക്രമണങ്ങൾ, അതേപോലെ പതിയിരുന്നുള്ള ആക്രമണം, സേനയുടെ വാഹനവ്യൂഹങ്ങളും സുരക്ഷയില്ലാത്ത ചെക്ക് പോയിന്റുകളും ആക്രമിക്കുക തുടങ്ങിയവയാണ് തന്ത്രങ്ങൾ. നേരത്തെ ജമ്മു കശ്മീരിന് ലോകത്തിലെ കൊടും വനപ്രദേശങ്ങളുടെ ഇടം എന്നൊരു പേരും ലഭിച്ചിരുന്നു. സായുധ പോരാട്ടം, തീവ്രവാദം എന്നിവയൊക്കെ ഇവ മറയാക്കാറുണ്ട്. തടിക്കടത്ത് ഒരു പുതിയ പ്രതിഭാസമല്ല എങ്കിലും 89-ൽ തീവ്രവാദം ആരംഭിച്ചപ്പോൾ മുതൽ ഒരു കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നു. വനങ്ങളിലും പരിസരങ്ങളിലും വലിയ അപകടം കാരണം കള്ളക്കടത്തുകാരെ ഫലപ്രദമായി നേരിടാൻ വമ്പൻ നീക്കങ്ങൾ തന്നെ നടത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ജമ്മു കശ്മീരിലെ ജലാശയങ്ങൾ. സ്ഥലം, ജനാബ്, സിന്ധു, അതേപോലെ താവി എന്നിവയാണ് ഒഴുകുന്ന പ്രധാന നദികൾ. ഹിമാലയം മേഖലയിലെ ഹിമാനികളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റ് നദികൾ ഗംഗയും യമുനയുമാണ്. കശ്മീരിൽ വിവിധയിടങ്ങളിൽ നിരവധി തടാകങ്ങളും തണ്ണീർത്തടങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ വശങ്ങളും ഹിമാലയൻ പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. കശ്മീർ താഴ്വരയിൽ ഏകദേശം 500 തടാകങ്ങളുണ്ട്. ദാൽ തടാകവും ബുലാർ തടാകവും ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. 90ന്റെ തുടക്കത്തിൽ ഭീകരവാദത്തിന്റെ ഒരു വരവോടെ ക്രമസമാധാന നില തകർച്ചയ്ക്ക് കശ്മീർ സാക്ഷ്യം വഹിച്ചത് ഇന്നും തുടരുകയാണ്. ഇതിന് മറുപടിയായിട്ട് തീവ്രവാദികൾക്കെതിരെ ജാഗ്രത പുലർത്തുന്നതിനായിട്ട് നിരവധി സൈനിക സ്ഥാപനങ്ങൾ പ്രധാന നദികളുടെയും തടാകങ്ങളുടെയും തീരത്ത് ഉയർത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഏകദേശം 2 പതിറ്റാണ്ടുകളായിട്ട് താരതമ്യേന സമാധാനപരമായിരുന്നു പ്രദേശം. എന്നാൽ പൊടുന്നനെ പാറ്റേണുകളും സംഭവങ്ങളും ഒക്കെ മാറി മറിയുകയായിരുന്നു. ചെനാബ് താഴ്വരയും പിർപഞ്ചൽ മേഖലയും തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പുനരുജ്ജീവനം പ്രധാനമായും 2 മേഖലകളെ കേന്ദ്രീകരിച്ചാണ്. ചെനാബ് ിലേക്ക് വരികയാണെങ്കിൽ ദോഡ, കിഷ്ത്വാർ, റംബാൻ, കത്വ, ഉധംപൂർ, റിയാസി തുടങ്ങിയ ജില്ലകൾ ഉൾക്കൊള്ളുന്നു. പിർപഞ്ചലിന്റെ തെക്ക് രജൌരി, പൂഞ്ച് ജില്ലകൾ ഉൾക്കൊള്ളുന്നു. 2021 മുതൽ ജമ്മു മേഖലയിൽ 31 ഭീകര സംഭവങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരും സാധാരണക്കാരും ഒക്കെ കൊല്ലപ്പെട്ടു. 2021ലേക്ക് വരുമ്പോൾ പൂഞ്ച്, രജൌരി, കത്വ, റിയാസി, ദോഡ, ഉധംപൂർ തുടങ്ങിയ ജില്ലകളിലായിട്ട് ഭീകരർ നടത്തിയ വിവിധ സംഭവങ്ങളിൽ അപ്പോഴും ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 2022ലും 2023ലും ജമ്മുവിൽ 6 ഭീകരാക്രമണങ്ങൾ ഉണ്ടായി. 12 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. താരതമ്യപ്പെടുത്തുമ്പോൾ കശ്മീർ താഴ്വരയിൽ ഇതേ കാലയളവിൽ 263 ഭീകരാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2019 ഓഗസ്റ്റിൽ കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ശേഷമാണ് വലിയൊരു മാറ്റം പ്രകടമായത് എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. കശ്മീർ ടൈഗേഴ്സ് എന്നൊരു പുതിയ ഭീകര ഗ്രൂപ്പ് ഉയർന്നു വരുന്നു. 3 വർഷത്തിനിടെ നടന്ന ഭീകരാക്രമണങ്ങളിൽ മിക്കതിന്റെയും ഉത്തരവാദിത്തം കശ്മീർ ടൈഗേഴ്സ് ഏറ്റെടുത്തു. അതും അടിവരയിട്ട് പറയണം. അപ്പോ എന്തൊക്കെയാണ് ഈ പുനരുജ്ജീവനത്തിന് പിന്നിലെ കാരണങ്ങൾ? അവ പരിശോധിക്കുകയാണെങ്കിൽ സുരക്ഷാ ശൃംഖല ദുർബലപ്പെടുത്തൽ എന്നുള്ളത് ആദ്യം പറയണം. കിഴക്കൻ ലഡാക്കിൽ 2020ലെ ഗാൽവാൻ ഏറ്റുമുട്ടലിന് ശേഷം സൈന്യത്തിന്റെ ഒരു പ്രധാന ഭാഗം ചൈന അതിർത്തിയിലേക്ക് വീണ്ടും വിന്യസിക്കപ്പെട്ടു. ഇതിന്റെ ഫലമായിട്ട് ജമ്മുവിലെ സുരക്ഷാ ഗ്രിഡ് ദുർബലമായ പ്രദേശങ്ങൾ അവശേഷിച്ചു. അതൊരു കാരണമാണ്. അടുത്തത് പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റമാണ്. നിരവധി തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറിയതായി കരുതപ്പെടുന്നു. അതിർത്തിയിൽ നിന്ന് 40 മുതൽ 50 കിലോമീറ്റർ അകലെയാണ് പൂഞ്ച്, രജൌരി, കത്വ, ദോഡ, ബസന്ത്ഗഡ് മേഖലകളിൽ സജീവമായ ഗ്രൂപ്പുകൾ. പിന്നീട് പറയേണ്ടത് ജമ്മുവിന്റെ ഭൂപ്രകൃതിയെ പറ്റിയാണ്. ജമ്മു ഡിവിഷന്റെ ഭൂപ്രകൃതി ഇടതൂർന്ന വനങ്ങൾ, അതേപോലെ കുന്നിൻ പ്രദേശങ്ങൾ, ഇടതൂർന്ന സസ്യജാലകങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലം തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വലിയ സംരക്ഷണമാണ് നൽകുന്നത്. ജമ്മുവിലെ രജൌരി, പൂഞ്ച് ജില്ലകൾ നിയന്ത്രണ രേഖയുടെ സമീപവും അവരെ തീവ്രവാദികൾക്ക് അനുയോജ്യമാക്കുന്നുണ്ട്. ഈ ഭീകരർ വലിയ രീതിയിൽ സായുധരും പ്രദേശവുമായി പരിചയമുള്ളവരുമാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇത് സുരക്ഷാ സേനയ്ക്ക് അവരെ കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. എന്തായാലും ജമ്മു കശ്മീർ കലുഷിതമായി തുടരുകയാണ്. ഭീകരാക്രമണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. സേന അതിശക്തമായി വമ്പൻ പ്രതിരോധ കവചം തീർത്തുകൊണ്ട് തന്നെയാണ് അതിർത്തിയിൽ അണിനിരക്കുന്നത്.